അതായത് ഈ യുദ്ധം ഇപ്പോ ട്രംപ് പിന്നെ നെതന്യാഹു ആരംഭിച്ചിരിക്കുന്ന യുദ്ധം വാസ്തവത്തിൽ അമേരിക്കയുടെ യുദ്ധമാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രോക്സിയാണ് ഇസ്രായേൽ. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അമേരിക്ക നിർത്തും എന്ന് പറഞ്ഞാൽ യുദ്ധം അപ്പം നിൽക്കും. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നമ്മളിവിടെ എന്താണ് ഇപ്പൊ ഈ എന്ത് പറഞ്ഞിട്ടാ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം? ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇറാൻ ആണവായുധം വികസിപ്പിക്കും എന്നുള്ളതാണ്. ആണവായുധം വികസിപ്പിക്കാൻ പിന്നെ ഇറാന് അവകാശമുണ്ട്. എന്തുകൊണ്ട് അവകാശമുണ്ട്? ആണവായുധം വികസിപ്പിക്കാൻ അവകാശമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറാന്റെ അയൽരാജ്യമായ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട്. അവർ രണ്ടും വളരെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങളാണ്. ആ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പിന്നെ അപ്പുറത്ത് ഇത്രയധികം ശത്രുത നിൽക്കുന്ന രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ എന്റെ സുരക്ഷയ്ക്ക് ഞാൻ ആണവായുധം ഉണ്ടായി. നമുക്കറിയാമല്ലോ 1998 ഇന്ത്യ ആണവായുധം പരീക്ഷിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് നമ്മുടെ വാജ്പേയി ഒരു കത്തെഴുതിയിട്ട് പ്രധാനമന്ത്രി വാജ്പേയി കത്തെഴുതിയിട്ടാണ് പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങൾ ഈ ആണവ പരീക്ഷണം നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ അടുത്ത് ചൈന എന്ന് പറയുന്ന രാജ്യം ആണവായുധമുള്ള രാജ്യവും ഞങ്ങൾ ഒരു 1960 യുദ്ധം നടത്തിയ രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങൾക്ക് ആണവായുധം വേണം എന്ന് പറഞ്ഞത്. അതാണ് എന്റെ ലോജിക്ക്. അപ്പൊ അത്തരമൊരു ലോജിക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഇറാന് പിന്നെ ചെയ്തൂടെ? അപ്പൊ ഇറാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അതായത് ഇസ്രായേൽ ആണവ NPT ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല, ആ ഇറാൻ ആണവ നോൺ പ്രോളിഫറേഷൻ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ്, അതുകൊണ്ട് അവർക്ക് അവകാശം. ഈ എന്താ പറയുക, നമ്മുടെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിയമവിരുദ്ധമായി രഹസ്യമായി എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആണവായുധം ഉണ്ടാക്കിയ രാജ്യമാണ്. ആ ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരുന്നത് കൊണ്ടാണ് ഒരു കാര്യം അവര് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിടാൻ. ഒന്ന്. രണ്ടാമത്തത്, ഈ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ട് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അമേരിക്ക ഒപ്പിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ NPT തന്നെ ഒരു കാപട്യമാണ്. NPT തന്നെ ഒരു അന്തർദേശീയ തട്ടിപ്പാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പാണ് NPT എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം, അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിട്ടും അത് ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് പശ്ചിമേഷ്യ, അതായത് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ആർക്കൊക്കെ പ്രശ്നം? ഇറാന് പ്രശ്നമുണ്ട്, സൗദി അറേബ്യയ്ക്ക് പ്രശ്നമുണ്ട്, എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. ആ രാജ്യങ്ങളെ കൊണ്ടല്ല NPT ഒപ്പിടിച്ചു. ഇനി അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള കാര്യം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഹിപ്പോക്രസി ലോകത്തിൽ. അപ്പൊ അങ്ങനെ അതായത് എല്ലാവരും കുറച്ച് പറയുകയാണ് NPT ഒപ്പിട്ടുകൊണ്ട് ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ ലോജിക്ക്? കാരണം എന്താ? NPT ഒപ്പിട്ടേണ്ടിയിരുന്ന ഒന്നാമത് രാജ്യം ഇറാനായിരുന്നു. അവരാണ് വാസ്തവത്തിൽ ആ ആണവായുധം കളയേണ്ടിയിരുന്ന രാജ്യം. അപ്പൊ അത് കളയാതെ പിന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണവായുധം ഉണ്ടാക്കാൻ ഇവിടെ ആണവായുധം ഉണ്ടായിട്ടില്ല. ഒരു ഏജൻസി പോലും പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്. ഒരു ഏജൻസി പോലും ഈ ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായ അഭിപ്രായം വേണ്ടതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവർ പറഞ്ഞ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 2 ദിവസം നടന്ന IAEA ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ മീറ്റിംഗിൽ അതിന്റെ ഡയറക്ടർ ജനറൽ അതിന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് പിന്നെ റഫായൽ ഗ്രോസി പറഞ്ഞെന്താ, 20 വർഷത്തിലാദ്യമായി ഇവരുടെ ഈ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നു എന്നാണ് റഫായൽ ഗ്രോസി പറഞ്ഞത്. ഇവിടെ ആണവായുധം ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. 20 വർഷത്തിൽ ആദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അന്തർദേശീയ സമൂഹം അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞത് പ്രകാരം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് പിന്നെ എന്നല്ലേ അർത്ഥം. എന്ന് മാത്രമാണ് നമ്മൾ നോക്കൂ, ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയത്. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് പിന്നെ രാജീവ് പറഞ്ഞതുപോലെ ട്രംപല്ലേ ഉണ്ടാക്കിയത്. അതായത് ഈ രഹസ്യമായ ആണവ പദ്ധതി ആരംഭിച്ചു. ആരെ പോലെ? ഇസ്രായേലിനെ പോലെ. ഇസ്രായേൽ 1948 ആരംഭിച്ചു, 60 അമേരിക്ക കണ്ടുപിടിച്ചു, 67 ആണവായുധം ഉണ്ടാക്കി, 1979 സൗത്ത് ആഫ്രിക്ക വെച്ച് ആണവായുധം പരീക്ഷിച്ചു. ഇതെല്ലാം രഹസ്യമായിട്ട് നടക്കണം. ഇതെല്ലാം രഹസ്യമായിട്ട് നടന്നു. 1967 തന്നെ അമേരിക്ക കണ്ടുപിടിച്ചു, അവരുടെ കയ്യിൽ പോകുന്നത്. ഇതൊക്കെ 1960 അന്നത്തെ പ്രസിഡന്റ് ഐസനോവർ ഈ ഡേവിഡ് ബെൻഗൂറിയനോട് ചോദിച്ചു, നിങ്ങൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞെന്താ, ഞങ്ങൾ സമാധാനപരമായ ആവശ്യത്തിന് ആണവ ശക്തി വികസിപ്പിക്കണം. ഇതെന്നല്ലേ ഇറാൻ പറയും. ഇറാൻ പറയുമ്പോൾ കുഴപ്പവും പിന്നെ ബെൻഗൂറിയൻ പറഞ്ഞ ഇസ്രായേൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ലായിരിക്കുന്ന ചെയ്യുന്ന ഇരട്ടത്തപ്പല്ലേ. അപ്പൊ അങ്ങനെ ഈ ആണവായുധം എല്ലാം വികസിപ്പിച്ച് ഇവർ വികസിപ്പിക്കാൻ തുടങ്ങി. 2000ത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടു, ലോകം അറിഞ്ഞു ഇറാൻ ആണവശക്തി പരീക്ഷണങ്ങൾ ആണവശക്തി വികസിപ്പിക്കുന്നുണ്ടെന്ന് ലോകം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പിന്നെ ലോകം ചർച്ച ചെയ്യാനും ഗൗരവമായിട്ട് എടുക്കാനും അങ്ങനെ ഒബാമ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാന് പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പുവരുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുക. ഇറാനും പിന്നെ എന്താണ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ ജർമ്മനി കൂടി അതിനെ തുടർന്ന് ചൈന, റഷ്യ, പഞ്ചമഹാശക്തികളും ജർമ്മനിയും കൂടെ ചേർന്നിട്ടാണ് 2015 ജൂലൈ മാസം 14 ഇറാൻ ആണവ കരാർ ഒപ്പിടുന്നത്. ആ ഇറാൻ ആണവ കരാർ ഒപ്പിട്ടപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ഈ കരാറും പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോയില്ല, ഞങ്ങൾ ഇതിനകത്ത് എല്ലാം സഹകരിക്കും. അങ്ങനെ സഹകരിച്ചുകൊണ്ട് നടന്ന പിന്നെ അതുകൊണ്ട് ഉപരോധങ്ങൾ കുറച്ചൊക്കെ പിൻവലിച്ചുകൊണ്ട് അവർ അന്തർദേശീയ സമൂഹത്തിൽ സഹകരിക്കുന്നത്. അപ്പൊ പിന്നെന്താ സംഭവിച്ചത്? ഒബാമ ഉണ്ടാക്കിയതാണ് ഈ കരാർ എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെ ഈ 2017 അധികാരത്തിൽ വന്ന് 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറിയ ട്രംപിന് പിന്നൊരു കരാർ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു ദിസ് ഇസ് എ ബാഡ് അഗ്രിമെന്റ്. ഓക്കെ, ബാഡ് അഗ്രിമെന്റ്. അങ്ങനെ പിന്നെന്താ ഗുഡ് അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്? അദ്ദേഹം ഗുഡ് അഗ്രിമെന്റ് ഉണ്ടാക്കില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനെ വീണ്ടും ശ്വാസം മുട്ടിക്കുക, പിന്നെ പ്രതിരോധത്തിലാക്കുക, വിഷമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എന്തായിരുന്നത്? ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഏപ്രിൽ മാസം പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ 60 ദിവസം തരുന്നു, 60 ദിവസം നിങ്ങൾ കരാറിൽ എത്തിച്ചോണം, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു പറയുന്നത്. ഇത് എന്തൊരു മാടമ്പീടാണൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് നമുക്കറിയാം ഈ ഇന്റർനാഷണൽ എനർജി അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കേണ്ട വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട വിഷയത്തിൽ 60 ദിവസം കൊണ്ട് കരാറുണ്ട്. 6 മാസം കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 60 ദിവസത്തിനുള്ളിൽ എന്നിട്ട് പോലും 5 റൗണ്ട് ചർച്ചകൾ നടന്ന് ഈ ഒബാനിലും റോമിലും ഒക്കെ വെച്ച് ചർച്ചകൾ നടന്ന 6ാമത്തെ ചർച്ച പിന്നെ ഈ ജൂൺ മാസം 15-ാം തീയതി നടക്കാൻ ഇരിക്കവേ അല്ലേ ആ ചർച്ചകൾ ഇനി മുന്നോട്ട് പോയാൽ അത് സമാധാന കരാറിൽ എത്തിച്ചേരും, അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഈ ആക്രമണം തുടങ്ങി. അതാണ് കാര്യം. അങ്ങനെ ഈ ആക്രമണം നടത്താൻ, അതായത് ഇറാൻ അഥവാ ആണവായുധം ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലാണ് തീരുമാനമെടുക്കുകയും അന്തിമമായി പല ഘട്ടങ്ങൾ, പലതരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള മാധ്യമ ശ്രമങ്ങൾ, പിന്നെ ഉപരോധങ്ങൾ, സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ, ഇതെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ആക്രമണം, സൈനികാക്രമണത്തിന് സാധ്യതയുള്ളത്. ഇതൊന്നുമില്ലാതെ 5 റൗണ്ട് ചർച്ച നടന്നു. പിന്നെ അതിനുശേഷം ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആര് പറഞ്ഞു ബോംബുണ്ടാക്കി ആരും പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടക്കുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനും അതുപോലെ തന്നെ ഈ ഇറാൻ പശ്ചിമേഷ്യൻ മേഖലയിലെ ഇസ്രായേലിന്റെ അജണ്ടകൾ മുഴുവൻ നടപ്പിലാക്കി ഈ പശ്ചിമേഷ്യൻ മുഴുവൻ കീഴടക്കാനുള്ള സുവർണാവസരം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത്. അത് ആക്രമണം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം. 1-2 കാര്യങ്ങൾ. ഒന്ന്, 2003 ഗദ്ദാഫി ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചു. 2003 ഇവരെല്ലാം നിർബന്ധിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെല്ലാം നിർബന്ധിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം 2003 ആണവ പരിപാടി പദ്ധതി ഉപേക്ഷിച്ചു. 2014 എന്താ അദ്ദേഹം പറ്റിയത്? ഇവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ തെരുവിലിട്ട് അടിച്ചു. റൈറ്റ്. 1. 2, ഈ വളരെ ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയ പിന്നെ സാമ്പത്തികമായ ശക്തിയല്ല, സൈനികമായ ശക്തിയല്ല, പക്ഷേ അവരെന്താ ഉപദ്രവിക്കാത്തത്? അവരുടെ കയ്യിൽ ആണവായുധം ഉള്ളത് കൊണ്ടാണ് അവർ ഉപദ്രവിക്കാത്തത്. അപ്പൊ അതാണ് നമ്മുടെ 2 ലെസൺസ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഒരു പ്രതിരോധിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തവനെ ഏത് തരത്തിലും അടിച്ചമർത്തുക എന്ന് പറയുന്ന ആഗോള ക്രമമായി ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ലെസൺ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും, ആണവരംഗത്തെയും ഇസ്രായേലിലെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും കൊന്നൊടുക്കിയാൽ ഈ ആണവ പരിജ്ഞാനം അവർ 50-70 വർഷം കൊണ്ട് നേടിയ ആണവ പരിജ്ഞാനമാണ്. ആ ആണവ പരിജ്ഞാനം തുടച്ചേക്കാൻ പറ്റും. ഇത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനം ഇസ്രായേലിൽ വേറെ രാജ്യം എടുക്കും. അപ്പൊ ഈ കുറച്ച് ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിങ്ങൾ കുറച്ചാളത്തേക്ക് കുറച്ച് പുറകോട്ടോ 1-2 വർഷം അല്ലെങ്കിൽ 3-5 വർഷം പുറകോട്ട് പോകാം. പക്ഷേ ആണവ പരിജ്ഞാനം എന്ന് പറയുന്ന സംഭവം, ആ ആണവ ശക്തി നേടുക എന്ന് പറയുന്ന ജനതയുടെ ഒരു ആഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പിന്നെ ലക്ഷ്യമാണ്. അപ്പൊ അതിൽ നിന്ന് അവരെ മാറ്റാൻ കഴിയും. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ആണവായുധം ഇറാന് ഉടനടി വേണം എന്ന ചിന്തയിലേക്ക് അവർ വരും. പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾ പലരും നമ്മൾ ആണവായുധം ഇല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധിയാണ്, ഈ ഇസ്രായേൽ അവരുടെ നയങ്ങൾ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്, അടിച്ചമർത്തൽ നയമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവര് ആണവായുധങ്ങൾ സജ്ജീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് അവർ ചിന്തിക്കും. ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ ചിന്തിക്കും, മറ്റു രാജ്യങ്ങൾ ചിന്തിക്കും. ആണവായുധം മാത്രമേ ഉള്ളൂ ഒരു അന്തിമമായ നമ്മുടെ രക്ഷ എന്ന അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി സഹായിക്കുന്നതാണ് ഈ ഇസ്രായേലിന്റെ ഈ സാഹസികമായ അതിരുവിട്ട ആക്രമണം.